ഒരു കരാർ പോലുമില്ലാതെ സർക്കാരിനെ തെറ്റിദ്ധരിപ്പിച്ച് പണമിടപാടുകൾ തെറ്റായി നടത്തി എന്നതാണ് സ്പോൺസർക്കെതിരെ ഉയർന്ന ഗുരുതരമായ ആരോപണം. ഇതിൽ മന്ത്രിയുടെ നീക്കങ്ങളടക്കം ഏറെ ദുരൂഹമെന്ന കണ്ടെത്തൽ കൂടി സർക്കാർ ഇപ്പോൾ നിയോഗിച്ച അന്വേഷണ സമിതിയുടെ കണ്ടെത്തലുണ്ട്. പക്ഷേ ഈ ആക്ഷേപങ്ങളൊക്കെ സ്പോൺസർ കൂടിയായിരുന്ന വ്യക്തി തള്ളുകയാണ്. എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചുകൊണ്ടാണ് കരാറിൽ ഏർപ്പെട്ടതെന്നും മുൻ സർക്കാരിന് ഇതിൽ വ്യക്തത ഉണ്ടെന്നുമായിരുന്നു റിപ്പോർട്ടർ TV ഉടമയും സ്പോൺസറുമായിരുന്ന ആൻഡ്രൂ അഗസ്റ്റിന്റെ പ്രതികരണം. ഞാൻ പറയുന്നത് അങ്ങനെ ഇവർ പറയുന്നത് ശരിയായിട്ടാണല്ലോ എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് അവരുമായിട്ട് എഗ്രിമെന്റ് ഉണ്ട്, ഗവൺമെന്റിനെ അറിയാം, ഗവൺമെന്റുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, അവർ വരുന്ന ഡേറ്റ് ഗവൺമെന്റിനെ അറിയിച്ചിട്ടുണ്ട്, എല്ലാ രേഖകളും സർക്കാരിന്റെ കയ്യിൽ തന്നെ ഉണ്ട്. പിന്നെ ഇത് ഏത് അടിസ്ഥാനത്തിലാണ് ഈ റിപ്പോർട്ട് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് എനിക്കറിയില്ലാത്തത്. കാരണം ആർക്കെങ്കിലും എതിരെ എന്തെങ്കിലും വെഞ്ചൻസ് തീർക്കാൻ വേണ്ടി റിപ്പോർട്ട് ഉണ്ടാക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറം ഞാൻ വിചാരിക്കുന്നില്ല ഇതൊരു ജെന്യുവൻ റിപ്പോർട്ടാണ് എന്നുള്ള നിലയ്ക്ക്. അപ്പൊ അതിനർത്ഥം എന്ന് പറയുന്നത് അവിടെയുള്ള രേഖകൾ ഒന്നും പരിശോധിക്കാതെയാണ്, ഒരു രേഖയില്ല എന്ന് പറയുന്നതാണ് വിചാരിക്കുന്നത്. വിദേശ നാണ്യം ഇന്ത്യക്ക് പുറത്തേക്ക് കടത്താനും കള്ളപ്പണം വെളുപ്പിക്കാനുമെന്ന് സംശയിച്ച് കായിക സെക്രട്ടറിയുടെ റിപ്പോർട്ട് ഈ തരത്തിലുള്ള ഉള്ളടക്കം കൂടിയാണുള്ളത്. വിദേശ നാണ്യം രാജ്യത്തിന് പുറത്തേക്ക് കടത്താൻ മാത്രം ലക്ഷ്യമിട്ടുള്ള നീക്കമായിരുന്നുവെന്നും കണ്ടെത്തലുണ്ട്. കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുള്ളൂ എന്ന പരിശോധന വേണം. അർജന്റീന ഫുട്ബോൾ അസോസിയേഷനിൽ നിന്ന് ഒരു ഉറപ്പും ലഭിക്കുന്നതിന് മുമ്പ് തന്നെ അനുമതി ലഭിച്ചു എന്ന് പറഞ്ഞ് കേന്ദ്രത്തെ കബളിപ്പിച്ചുവെന്നും ഈ റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തുന്നു. സാമ്പത്തിക ബാധ്യതയും വിദേശ നാണയ വിനിമയ സാധ്യതയും ഉണ്ടായിരുന്നിട്ടും ഗൗരവമായ പരിശോധന നടന്നില്ലെന്നാണ് ധനവകുപ്പിനെതിരെയുള്ള കുറ്റപ്പെടുത്തൽ. ലയണൽ മെസ്സി ഉൾപ്പെട്ട അർജന്റീൻ ടീം കേരളത്തിൽ ഫുട്ബോൾ കളിക്കുമെന്ന പ്രചരണവുമായി ബന്ധപ്പെട്ട് നടന്ന വിവാദങ്ങളിൽ വലിയ വെളിപ്പെടുത്തലുകളാണ് കായിക സെക്രട്ടറി റിപ്പോർട്ടിലുള്ളത്. ഗുരുതരമായ കണ്ടെത്തലുകളാണ് കായിക സെക്രട്ടറിയുടെ റിപ്പോർട്ടിൽ ഉള്ളത്. സംസ്ഥാന സർക്കാരിനെയും കേന്ദ്ര സർക്കാരിനെയും ഒരുപോലെ കബളിപ്പിച്ചു എന്ന തരത്തിലുള്ള പരാമർശങ്ങളും റിപ്പോർട്ടിലുണ്ട്. താല്പര്യപത്രം ക്ഷണിക്കലും പരസ്യത്തിന്റെ നടപടികളും സ്പോൺസർഷിപ്പ് നിരക്കുകളുടെ മൂല്യനിർണ്ണയവും ഇല്ലാതെയാണ് ഈ ഒരു കമ്പനിക്ക് മാത്രമായി കരാർ നൽകിയത്. ഒരു സ്വകാര്യ കമ്പനിയെ മാത്രം തിരഞ്ഞെടുത്തുള്ള കൃത്യമായ കാരണങ്ങൾ വിശദീകരിക്കുന്ന ഒരു ഉത്തരവും ഇതുമായി ബന്ധപ്പെട്ട ഫയലുകൾ, സർക്കാർ ഉത്തരവുകളും ഫയലിലില്ല എന്ന് കായിക സെക്രട്ടറി വിശദീകരിക്കുന്നു. പൊതുമേഖല ഏത് സംഭരണ വാണിജ്യ നടപടികളും പൂർണ്ണമായും മത്സരാധിഷ്ഠിതമായിരിക്കണമെന്ന മാനദണ്ഡങ്ങൾ, നിബന്ധനകൾ പൂർണ്ണമായും ഇവിടെ ലംഘിക്കപ്പെട്ടു. സർക്കാരിനെ വിരട്ടി ഈ കമ്പനി RBC എന്ന കമ്പനി റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റ് കോർപ്പറേഷൻ കാര്യങ്ങൾ നേടിയെടുക്കുകയായിരുന്നു എന്ന വിമർശനവും ഇതിൻ്റെ അകത്തുണ്ട്. പല കാര്യങ്ങളിലും സ്പോൺസർഷിപ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിലൊന്നും കാര്യമായ ഉത്തരവുകളോ കാര്യമായ അതിൻ്റെ നടപടിക്രമങ്ങൾ പാലിച്ചതായോ ഇതിൽ കണ്ടെത്താൻ കഴിയുന്നില്ല. ഒരു സ്വകാര്യ വാണിജ്യ സ്പോൺസർ അവരും വിദേശ ഫുട്ബോൾ അസോസിയേഷൻ തമ്മിലുള്ള ഉഭയകക്ഷി കരാറിലെ വ്യവസ്ഥകൾ ഗവൺമെൻറ് അതിൽ ഇടപെടുമ്പോൾ കൃത്യമായി ഉണ്ടാകേണ്ടത്. പക്ഷേ അത്തരം ഒരു ഉത്തരവും ഇതിൽ ലഭ്യമായിട്ടില്ല എന്നാണ് പറയുന്നത്. 24/10/2024 ഉത്തരവ് പ്രകാരം RBC എന്ന സ്വകാര്യ കമ്പനിക്ക് സ്പോൺസർ നിലയിലേക്ക് മാച്ച് സംഘടിപ്പിക്കാൻ അനുമതിയാണ് നൽകിയത്. എന്നാൽ 7/1/2025 സർക്കാർ ഉത്തരവിലൂടെ RCB എന്ന സ്വകാര്യ കമ്പനിക്ക് അർജന്റീൻ ഫുട്ബോൾ അസോസിയേഷനുമായി കരാറിൽ ഏർപ്പെടാൻ അനുമതി നൽകിയതായി രേഖകൾ മാറ്റി എഴുതിയെന്നും കണ്ടെത്തലുണ്ട്. മാത്രമല്ല ഇത് പൂർണ്ണമായും കള്ളപ്പണം വെളുപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഉള്ള നീക്കങ്ങളാണോ എന്ന സംശയവും ഈ റിപ്പോർട്ടിൽ സ്പെഷ്യൽ സെക്രട്ടറി ചൂണ്ടിക്കാട്ടുന്നു. ലക്ഷ്യം വിദേശ നാണ്യം ഇന്ത്യക്ക് പുറത്തെ കടത്തലാണ് പ്രധാന ലക്ഷ്യമെന്നാണ് സംശയിക്കുന്നത്. മാത്രമല്ല കള്ളപ്പണ ഇടപാടുകളും നടന്നിട്ടുണ്ട്. ഇത്തരത്തിൽ വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ വിദേശ നാണ്യ വിനിമയം ഒക്കെ വരുന്ന വിഷയത്തിൽ ധനവകുപ്പ് ഒരു ഉത്തരവാദിത്വം കാണിക്കാതെ പല തീരുമാനങ്ങളും ഈ കമ്പനിക്ക് അനുകൂലമായി എടുത്തു നൽകി. അതൊരു ധനവകുപ്പും ഇതിൽ പ്രതിക്കൂട്ടിലാണെന്ന കുറ്റപ്പെടുത്തലും ഈ റിപ്പോർട്ടിലുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക പദവിയും പൊതു സ്റ്റേഡിയവും സർക്കാർ സംവിധാനങ്ങളുടെ പൂർണ്ണ സൗജന്യങ്ങളും സൗകര്യങ്ങളും പൂർണ്ണമായി ഉപയോഗിച്ച് അതിലൂടെയുള്ള സാമ്പത്തിക ലാഭം കമ്പനിക്ക് മാത്രമാണ് ഉണ്ടായിരുന്നുവെങ്കിൽ കിട്ടേണ്ടത് കമ്പനിക്ക് മാത്രമാണ്. അതൊക്കെ കൃത്യമായ അറിവുണ്ടായിട്ടും ധനവകുപ്പും ഇതിനെ എതിർത്തില്ല എന്നാണ് ഈ റിപ്പോർട്ടിൽ കായിക സെക്രട്ടറി പറയുന്നത്. കൂടുതൽ ശക്തമായ അന്വേഷണം വേണമെന്ന് നേരത്തെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അതുപോലെ തന്നെ ഐ ടിയും ഒക്കെ അന്വേഷിക്കേണ്ട കാര്യമാണ്. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ അന്വേഷിക്കേണ്ട കാര്യമാണെന്ന ശുപാർശകൾ ഇതിലുണ്ട്. ഏതായാലും അതീവ ഗുരുതരമായ ആരോപണങ്ങളുണ്ട്. സർക്കാർ ഇതിലെങ്ങനെയാണ് തുടർ നടപടി സ്വീകരിക്കുന്നതാണ് അറിയേണ്ടത്. ആരോപണങ്ങൾ പൂർണ്ണമായും റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ തള്ളുകയാണ്, അതിൻ്റെ ഉടമകൾ തള്ളുകയാണ്. സർക്കാർ കേന്ദ്രങ്ങളും ഇത്തരത്തിൽ ഒരു ക്രമക്കേടും നടന്നിട്ടില്ല എന്ന് അന്നത്തെ മുഖ്യമന്ത്രിയും കായിക മന്ത്രിയും ഒക്കെ വിശദീകരിക്കുമ്പോൾ എന്ത് തുറന്ന നടപടിയാണ് സർക്കാരിൻ്റെ ഭാഗത്ത്, മുഖ്യമന്ത്രി മുന്നിലാണ് റിപ്പോർട്ട് ഇപ്പോൾ ഉള്ളത്, എന്ത് തുറന്ന നടപടിക്കാണ് സർക്കാർ തയ്യാറെടുക്കുന്നതാണ് ഇനി അറിയേണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.